ദൈവ തിരുനാമം മഹത്വപ്പെടുമാറാകട്ടെ. ഇന്ന് ഈ ശുശ്രൂഷയിലായിരിക്കുന്ന പ്രിയപ്പെട്ട സഹോദരങ്ങൾ, നിങ്ങൾക്കെല്ലാവർക്കും കർത്താവായ യേശുക്രിസ്തുവിൻ്റെ പരിശുദ്ധമായ നാമത്തിൽ ഞങ്ങളുടെ സ്നേഹവന്ദനം അറിയിക്കുകയാണ്. വീണ്ടും ഒരിക്കൽ കൂടെ ദൈവവചനം പഠിക്കാൻ തക്കവണ്ണം ചേർന്ന് വരാൻ ദൈവം നമുക്ക് ഇങ്ങനൊരു അവസരം കൂടെ തന്നതോർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു, ദൈവത്തെ മഹത്വപ്പെടുത്തുന്നു. നമുക്കൊന്ന് ചേർത്ത് പാടാം. യജമാനൻ വരുമന്നേരത്ത് ഉണർവുള്ളവരായി. യജമാനൻ വരുമന്നേരത്തുണർവുള്ളോരായി തൻ മുന്തിരിത്തോപ്പിൽ പണിയായി കാൺമോരോ ധന്യരാം. പകലെല്ലാം തൻ കൂടെ പണിതോർക്കവർക്കവനരകേട്ടി പരികർമ്മിച്ചിടും. താതനിരുത്തും മേശയ്ക്കായി പരികർമ്മിക്കും സുതൻ. റുകുദിശ പാറഖലീത്ത മുടയും നോരോ മുടി. ഹാലേലുയ്യ ചൂടും മകുടത്തിൽ. ദൈവത്തിന് സ്തോത്രം. യജമാനൻ വരുന്ന നേരത്ത് നമ്മുടെ കർത്താവായ യേശുക്രിസ്തു നമ്മെ ചേർക്കുവാൻ മടങ്ങി വരുന്നതായ സമയത്ത് ഉണർവോടെ കർത്താവിൻ്റെ വേല ചെയ്യുന്നവരായി കണ്ടാൽ നാം ഭാഗ്യവാന്മാരായി. അതാണ് നാം പാടിയത്, പിതാക്കന്മാർ പഠിപ്പിച്ചിരിക്കുന്നത്. യജമാനൻ വരുമന്നേരത്തുണർവുള്ളവരായി തൻ മുന്തിരിത്തോപ്പിൽ പണിയായി കാൺമോരോ ധന്യരാം. ഈ സഭയാകുന്ന മുന്തിരിത്തോട്ടത്തിൽ കർത്താവിൻ്റെ വേല ചെയ്യുന്നവരായി നാം കാണപ്പെടുന്നതാണ് ഭാഗ്യം. ഉണർവോടെ വേല ചെയ്യുന്നവരായി നാം കാണപ്പെടുന്നതാണ് ഭാഗ്യം. നമ്മുടെ കർത്താവ് മടങ്ങി വരാൻ കാലമായി, അധിക നാളുകളില്ല. കാലം ഏറ്റവും ആസന്നമായി നിൽക്കുകയാണ്. നാളെയാകട്ടെ എന്ന് ചിന്തിക്കുവാൻ നമുക്ക് സാധ്യമല്ല, ഒരു ചാൻസ് ഇല്ല. കർത്താവേ, നിന്റെ വചനത്താൽ ഞങ്ങളെ ഉണർത്തണം. ദൈവവചനമാണ് നമ്മെ ഉണർത്തുന്നത്, നമ്മുടെ നിരാശകൾ മാറ്റുന്നത്, നമ്മുടെ പിന്മാറ്റത്തെ ചികിത്സിച്ച് സൗഖ്യമാക്കുന്നത്, നമ്മെ ഉത്സാഹമുള്ളവരാക്കി മാറ്റുന്നത്. അന്ന് നമ്മുടെ കർത്താവ് മടങ്ങി വരുമ്പോൾ നമുക്ക് ലഭിക്കുന്നതായ പ്രതിഫലങ്ങളെക്കുറിച്ചാണ് നാം ഇപ്പോൾ ചിന്തിച്ച് പോരുന്നത്. ന്യായം വിധിക്കുവാനായി കർത്താവ് സ്ഥാപിക്കുന്നതായ 3 സിംഹാസനങ്ങളുണ്ട്. അതിൽ ഒന്നാമത്തെ ന്യായാസനമായ ക്രിസ്തുവിൻ്റെ ന്യായാസനത്തെക്കുറിച്ചാണ് നാം ഇപ്പോൾ ചിന്തിച്ച് പോരുന്നത്. വീണ്ടും തേജസ്സിൻ്റെ സിംഹാസനത്തിലെ ന്യായവിധിയുണ്ട്, വെള്ളസിംഹാസനത്തിലെ ന്യായവിധിയുണ്ട്. വളരെ വിശാലമായി പടർന്നു കിടക്കുന്നതായ ഒരു വിഷയമാണത്. ക്രിസ്തുവിൻ്റെ ന്യായാസനം വിശുദ്ധന്മാർക്ക് പ്രതിഫലങ്ങൾ നൽകുന്നതിന് വേണ്ടി കർത്താവ് സ്ഥാപിക്കുന്നതായ ന്യായാസനം, അത് മധ്യാകാശത്തിലായിരിക്കും എന്ന് നാം മനസ്സിലാക്കുന്നു. അവിടെ ശിക്ഷാവിധിയല്ല, അവനവൻ ശരീരത്തിരിക്കുമ്പോൾ ചെയ്തത് നല്ലതാകിലും തീയതാകിലും അതിന് തക്കവണ്ണം പ്രാപിക്കേണ്ടതിനാണ്
നാം ക്രിസ്തുവിൻ്റെ ന്യായാസനത്തിന് മുമ്പാകെ നിൽക്കേണ്ടി വരുന്നത്. നാം എല്ലാവരും അവൻ്റെ ന്യായാസനത്തിന് മുമ്പിൽ, അപ്പോസ്തലനായ പൗലോസ്ലീഹായും അതിൽ ഉൾപ്പെടും. പ്രതിഫലങ്ങൾ പലതായി വകതിരിച്ച് നമുക്ക് ചിന്തിക്കുവാൻ സാധിക്കും. അതിലൊന്നായ കിരീടങ്ങളെക്കുറിച്ച് നാം കഴിഞ്ഞ ക്ലാസ്സുകളിൽ ചിന്തിച്ചു. 5 കിരീടങ്ങളുണ്ട്. ഇപ്പോൾ നാം ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത് വെളിപ്പാട് പുസ്തകം 2-3 അധ്യായങ്ങളിൽ കാണുന്നതായ പ്രതിഫലങ്ങളെക്കുറിച്ചാണ്. കിരീടങ്ങൾ കൂടാതെ നമുക്ക് ലഭിക്കുന്നതായ പ്രതിഫലങ്ങളുണ്ട്. വെളിപ്പാട് 2-3 അധ്യായങ്ങളിൽ 5 വിധ പ്രതിഫലങ്ങളെ നാം കാണുന്നുണ്ട്. 1, ജീവവൃക്ഷത്തിൻ്റെ ഫലം. 2, മറഞ്ഞിരിക്കുന്ന മന്ന. 3, വെള്ളക്കല്ലും പുതിയ പേരും. 4, ജാതികളുടെ മേലുള്ള വാഴ്ച. 5, വെള്ള ഉടുപ്പ്. ഇങ്ങനെ 5 കാര്യങ്ങൾ നാം കാണുന്നുണ്ട്. അതിൽ ജീവവൃക്ഷത്തെക്കുറിച്ച് നാം കഴിഞ്ഞ ക്ലാസ്സിൽ ചിന്തിച്ചു. ഇന്ന് 2ാമത്തെ പ്രതിഫലം മറഞ്ഞിരിക്കുന്ന മന്നയെക്കുറിച്ച് ചിന്തിക്കാൻ നാം ആരംഭിക്കുകയാണ്. മറഞ്ഞിരിക്കുന്ന മന്ന, അതിനാധാരമായി വെളിപ്പാട് പുസ്തകം 2-ാം അധ്യായം 17-ാമത്തെ വാക്യം നമുക്കൊന്ന് വായിക്കാം. ആത്മാവ് സഭകളോട് പറയുന്നത് എന്തെന്ന് ചെവിയുള്ളവൻ കേൾക്കട്ടെ. ജയിക്കുന്നവന് ഞാൻ മറഞ്ഞിരിക്കുന്ന മന്ന കൊടുക്കും. ജയിക്കുന്നവന് ഞാൻ മറഞ്ഞിരിക്കുന്ന മന്ന കൊടുക്കും. മറഞ്ഞിരിക്കുന്ന മന്ന. നാം വായിച്ചതായ ഈ വേദഭാഗം പെർഗമോസിലെ സഭയ്ക്കുള്ള ദൂതാണ്. പെർഗമോസിലെ സഭയ്ക്കുള്ള ദൂത് പറയുകയാണ്, ഞാൻ മറഞ്ഞിരിക്കുന്ന മന്ന നൽകുമെന്ന്. നാം മന്നയെക്കുറിച്ച് ദൈവത്തിൽ കാണുന്നുണ്ട്. എന്നാൽ ഇവിടെ നാം കാണുന്നത് മറഞ്ഞിരിക്കുന്ന മന്നയാണ്. മന്ന ഏതാണ്? മന്ന എവിടെയാണ് മന്നയെക്കുറിച്ച് കാണുന്നത്? ഇസ്രായേൽ ജനം മിസ്രൈമിൽ നിന്ന് പുറപ്പെട്ട് മരുഭൂമിയിൽ കൂടെ യാത്ര ചെയ്ത 40 വർഷക്കാലം ദൈവം അവർക്ക് ഭക്ഷിക്കുവാനായി നൽകിയ ആഹാരമാണ് മന്ന. പുറപ്പാട് പുസ്തകം 16-ാം അധ്യായം 31-32 വാക്യങ്ങൾ നമുക്കൊന്ന് വായിച്ച് കേൾക്കാം. ദൈവം ഇസ്രായേൽ ജനത്തിന് ആഹാരമായി കൊടുത്തതാണ് മന്ന. അങ്ങനെ ജനം 7-ാം ദിവസം സ്വസ്ഥമായിരുന്നു. ഇസ്രായേല്യർ ആ സാധനത്തിന് മന്ന എന്ന് പേരിട്ടു. അത് കൊത്തമ്പാലരി പോലെയും വെള്ള നിറമുള്ളതും തേൻ കൂട്ടിയ ദോശയോടൊത്ത് രുചിയുള്ളതുമായിരുന്നു. പിന്നെ മോശെ, യഹോവ കൽപ്പിക്കുന്ന കാര്യമാണിത്. ഞാൻ നിങ്ങളെ മിസ്രയീം ദേശത്ത് നിന്ന് കൊണ്ടുവരുമ്പോൾ നിങ്ങൾക്ക് മരുഭൂമിയിൽ ഭക്ഷിക്കുവാൻ തന്ന ആഹാരം നിങ്ങളുടെ തലമുറകൾ കാണേണ്ടതിന് സൂക്ഷിച്ചു വയ്ക്കുവാൻ അതിൽ നിന്ന് ഒരിടങ്ങഴി നിറച്ചെടുക്കണമെന്ന് പറഞ്ഞു. ഇസ്രായേൽ ജനം മിസ്രൈമിൽ നിന്ന് പുറപ്പെട്ട് മരുഭൂപ്രയാണം ചെയ്ത 40 വർഷവും ദൈവം അവർക്ക് കൊടുത്ത ആഹാരമാണ് മന്ന. 78-ാം സങ്കീർത്തനം 23 മുതൽ 25 വരെയുള്ളതായ വാക്യങ്ങൾ നാം വായിക്കുമ്പോൾ അവിടെ ഈ മന്നയെക്കുറിച്ച് പറയുമ്പോൾ 2 പേരോട് പറയുന്നുണ്ട്. ശക്തിമാന്മാരുടെ അപ്പമെന്നും സ്വർഗത്തിലെ ധാന്യമെന്നും പറയുന്നുണ്ട്. 78-ാം സങ്കീർത്തനം 23 മുതൽ 25 വരെയുള്ള വാക്യങ്ങൾ. അവൻ മീതെ മേഘങ്ങളോട് കൽപ്പിച്ചു, ആകാശത്തിന്റെ വാതിലുകളെ തുറന്നു. അവർക്ക് തിന്നുവാൻ മന്ന വർഷിപ്പിച്ചു, സ്വർഗീയ ധാന്യം അവർക്ക് കൊടുത്തു. മനുഷ്യർ ശക്തിമാന്മാരുടെ അപ്പം തിന്നു. അവൻ അവർക്ക് തൃപ്തിയാകും വണ്ണം ആഹാരം അയച്ചു.
അവിടെ രണ്ട് പേരൂടെ കാണുന്നുണ്ട്. ഏതെല്ലാമാണ്? ശക്തിമാന്മാരുടെ അപ്പം, മറ്റൊന്ന് സ്വർഗീയ ധാന്യം. രണ്ട് പേരുകൂടെ സ്വർഗീയ ധാന്യം അവർക്ക് കൊടുത്തു. മനുഷ്യർ ശക്തിമാന്മാരുടെ അപ്പം തിന്നു. ദൈവം അവർക്ക് കൊടുത്ത ആഹാരമാണ് മന്ന. പല വിശിഷ്ട ഗുണങ്ങളുമുള്ളതായ മന്ന ഇസ്രായേൽ ജനം ഇസ്രായേലിലെ പിൻതലമുറയ്ക്ക് കാണുവാനായി ഒരടങ്ങഴി എടുത്ത് സൂക്ഷിച്ചിരുന്നു. അന്ന് അവർക്ക് കൊടുത്തതായ മന്ന വരും തലമുറകൾക്ക് കാണുവാൻ സാക്ഷ്യത്തിനായി ഒരടങ്ങഴി എടുത്ത് സൂക്ഷിച്ചു. അത് സാക്ഷ്യപെട്ടകത്തിൽ സൂക്ഷിച്ചു. പുറപ്പാട് പുസ്തകം 16-ാം അധ്യായം 32 മുതൽ 34 വരെയുള്ളതായ വാക്യങ്ങളും, എബ്രായ ലേഖനം 9-ാം അധ്യായം 4-ാം വാക്യവും നമുക്കൊന്ന് വായിക്കാം. പുറപ്പാട് 16-ന്റെ 32, 33, 34 വാക്യങ്ങൾ. പിന്നെ മോശെ യഹോവ കൽപ്പിക്കുന്ന കാര്യമാണിത്: ഞാൻ നിങ്ങളെ മിസ്രയീം ദേശത്ത് നിന്ന് കൊണ്ടുവരുമ്പോൾ നിങ്ങൾക്ക് മരുഭൂമിയിൽ ഭക്ഷിക്കുവാൻ തന്ന ആഹാരം നിങ്ങളുടെ തലമുറകൾ കാണേണ്ടതിന് സൂക്ഷിച്ചു വയ്ക്കുവാൻ അതിൽ നിന്ന് ഒരിടങ്ങഴി നിറച്ചെടുക്കണമെന്ന് പറഞ്ഞു. അഹരോനോട് മോശെ ഒരു പാത്രം എടുത്ത് അതിൽ ഒരു ഇടങ്ങഴി മന്നായിട്ട് നിങ്ങളുടെ തലമുറകൾക്ക് വേണ്ടി സൂക്ഷിക്കുവാൻ യഹോവയുടെ മുമ്പാകെ വെച്ചുകൊള്ളുക എന്ന് പറഞ്ഞു. യഹോവ മോശയോട് കൽപ്പിച്ചതുപോലെ അഹരോൻ അത് സാക്ഷ്യ സന്നിധിയിൽ സൂക്ഷിച്ചു വെച്ചു. കുടിപ്പാർപ്പുള്ള ലേഖനം 9-ാം അധ്യായം 4-ാം വാക്യം. അതിൽ പൊന്നുകൊണ്ടുള്ള ധൂപകലശവും മുഴുവനും പൊന്നു പൊതിഞ്ഞ നിയമപ്പെട്ടകവും അതിനകത്ത് മന്നായിട്ട് വെച്ച പൊൻപാത്രവും അഹറോന്റെ തളിർത്ത വടിയും നിയമത്തിന്റെ കൽപ്പലകളും അതിന്മീതെ കൃപാസനത്തെ മൂടുന്ന തേജസ്സിന്റെ കെരൂബുകളും ഉണ്ടായിരുന്നു. അപ്പോൾ ഈ മന്ന എന്ന് പറയുന്നത് മരുഭൂമി യാത്രയിൽ ദൈവം തൻ്റെ ജനത്തിന് ഭക്ഷിക്കുവാനായി കൊടുത്ത ആഹാരമായിരുന്നു. രാവിലെ തോറും ഇസ്രായേൽ എഴുന്നേറ്റ് വരുമ്പോൾ അവരുടെ കൂടാരത്തിൻ്റെ വാതിൽക്കൽ ഇസ്രായേൽ പാളയത്തിൽ എങ്ങും മന്ന പൊഴിഞ്ഞു കിടക്കുന്നത് കാണും. അവരത് ഇടങ്ങഴി പറക്കിയെടുത്ത് അതുകൊണ്ട് അവരുടെ ആഹാരമായി അത് ഉപയോഗിച്ചു. വരും തലമുറകൾക്ക് കാണുവാനായി ഒരടങ്ങഴി എടുത്ത് സാക്ഷ്യപെട്ടകത്തിൽ അത് സൂക്ഷിച്ചു വെച്ചു. ഇത്രയും കാര്യങ്ങളാണ് മന്നയെക്കുറിച്ച് പഴയ നിയമത്തിൽ കാണുന്നത്. അത് സ്വർഗത്തിലെ ധാന്യമെന്നും ശക്തിമാന്മാരുടെ അപ്പമെന്നും എല്ലാം നാം കാണുന്നുണ്ട്. എബ്രായ ലേഖനത്തിൽ ആ കാര്യം കൂടി അപ്പോസ്തലൻ അതിൻ്റെ ആത്മീയമായ ദൂതും മെസ്സേജും എല്ലാം പകർന്നു നൽകുമ്പോൾ 9-ാം അധ്യായത്തിൽ ആ കാര്യം പറയുകയാണ്. അപ്പോൾ ഇത് സ്വർഗത്തിലെ ധാന്യമാണ്. എന്നാൽ ഇവിടെ പറഞ്ഞിരിക്കുന്നതായ മറഞ്ഞിരിക്കുന്ന മന്ന എന്ന ഒരു വസ്തു, ഒരു പ്രത്യേക വസ്തു, അത് ഇന്ന് സ്വർഗത്തിലോ ഭൂമിയിലോ സൂക്ഷിച്ചിരിക്കുന്നതായി തെളിവൊന്നുമില്ല. അന്ന് ശലോമോൻ ദൈവാലയം പണിതപ്പോൾ സമാഗമന കൂടാരത്തിലെ സാക്ഷ്യപെട്ടകത്തിൽ വെച്ചതായ ഈ ഒരടങ്ങഴി മന്ന ശലോമോൻ രാജാവ് ദൈവാലയം പണിതപ്പോൾ ആ ദൈവാലയത്തിലേക്ക് ഈ സാക്ഷ്യപെട്ടകം കൊണ്ടുവന്ന് വെച്ചപ്പോൾ ആ പെട്ടകത്തിൽ മന്ന ഉണ്ടായിരുന്നില്ല. 2 ദിനവൃത്താന്ത പുസ്തകം 5-ാം അധ്യായം 10-ാം വാക്യം നമുക്കൊന്ന് വായിക്കാം. 2 ദിനവൃത്താന്ത പുസ്തകം 5-ാം അധ്യായം 10-ാമത്തെ വാക്യം. ഇസ്രായേൽ മക്കൾ മിസ്രയീമിൽ നിന്ന് പുറപ്പെട്ട ശേഷം യഹോവ അവരോട് നിയമം ചെയ്തപ്പോൾ മോശെ ഹോരേബിൽ വെച്ച് പെട്ടകത്തിൽ വെച്ചിരുന്ന 2 കൽപ്പലകയല്ലാതെ അതിൽ മറ്റൊന്നും ഉണ്ടായിരുന്നില്ല. അപ്പോൾ അന്ന് സാക്ഷ്യപെട്ടകത്തിൽ വച്ചിരുന്നു എങ്കിലും ശലോമോൻ ദൈവാലയം പണിതപ്പോൾ ആ ദൈവാലയത്തിലേക്ക് സാക്ഷ്യപെട്ടകം കയറ്റി വെക്കുമ്പോൾ
മന്ന അതിനകത്ത് ഉണ്ടായിരുന്നില്ല. അത് എവിടെ വെച്ച് നഷ്ടപ്പെട്ടു, എന്താണ് സംഭവിച്ചത് എന്നുള്ളതിനെക്കുറിച്ചൊന്നും വേദപുസ്തകത്തിൽ ഒരു ഭാഗത്തും ഞാൻ കാണുന്നില്ല. ഒരിക്കൽ ഒരു വ്യക്തി വ്യാഖ്യാനിച്ച് ഞാൻ കേട്ടിട്ടുണ്ട്, ശേബാരാജ്ഞി വന്നപ്പോൾ എല്ലാം തുറന്നു കാണിച്ചല്ലോ, ശലോമോൻ എല്ലാം തുറന്നു കാണിച്ചു, ശേബാരാജ്ഞി അത് എടുത്തുകൊണ്ടുപോയി എന്നുള്ള ഒരു വ്യാഖ്യാനം ഞാൻ കേട്ടിട്ടുണ്ട്. എന്നാൽ ഞാൻ ബൈബിൾ തുറന്ന് പരിശോധിച്ച് നോക്കിയപ്പോൾ അത് വിശ്വാസയോഗ്യമല്ല എന്നെനിക്ക് തോന്നി. കാരണം ശലോമോൻ ദൈവാലയം പ്രതിഷ്ഠിച്ചതിന് ശേഷമാണ് ഈ ശേബാരാജ്ഞി ശലോമോനെ കാണുവാനായിട്ട് വരുന്നത്. എന്ത് സംഭവിച്ചു എന്ന് നമുക്ക് വ്യക്തമല്ല. ഇന്ന് സ്വർഗത്തിലോ ഭൂമിയിലോ അങ്ങനെയുള്ളതായൊരു വസ്തു ഉള്ളതായി നാം കാണുന്നില്ല. മറഞ്ഞിരിക്കുന്ന മന്ന എന്നുള്ളതായ വസ്തു സൂക്ഷിച്ചിരിക്കുന്നു എന്നുള്ളതിന് തെളിവില്ല. എന്നാൽ ഈ മറഞ്ഞിരിക്കുന്ന മന്ന എന്ന് പറയുന്നത് അത് സ്വർഗത്തിലുള്ളതും ആവശ്യത്തിങ്കൽ പ്രത്യക്ഷപ്പെട്ട് ദൃശ്യവസ്തുവായി തീരുന്നതുമാണ്. സ്വർഗത്തിലുള്ളതും ആവശ്യങ്ങളുടെ മേൽ പ്രത്യക്ഷപ്പെട്ട് ദൃശ്യവസ്തുവായി തീരുന്നതുമാണ് മറഞ്ഞിരിക്കുന്നതായ മന്ന. കർത്താവ് പ്രാർത്ഥിക്കാൻ പഠിപ്പിക്കുമ്പോൾ കർത്തൃപ്രാർത്ഥന നാം ചൊല്ലാറുണ്ട്. ഞങ്ങളെ പ്രാർത്ഥിക്കുവാൻ പഠിപ്പിക്കണമേ എന്ന് ശിഷ്യന്മാർ ചോദിച്ചപ്പോൾ, പ്രാർത്ഥിക്കുമ്പോൾ നിങ്ങൾ ഈ വണ്ണം ചൊല്ലുക എന്ന് പറഞ്ഞ് കർത്താവ് പറയുമ്പോൾ, മത്തായി സുവിശേഷം 6-ാം അധ്യായം 11-ാമത്തെ വാക്യം, മത്തായി സുവിശേഷം 6-ാം അധ്യായം 11-ാം വാക്യം നമുക്കൊന്ന് വായിക്കാം. ഞങ്ങൾക്ക് ആവശ്യമുള്ള ആഹാരം ഇന്ന് തരണമേ. ഞങ്ങൾക്ക് ആവശ്യമുള്ള ആഹാരം ഇന്ന് തരണമേ. കർത്താവ് പ്രാർത്ഥിക്കാൻ പഠിപ്പിച്ചതാണ്. നിങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ ചൊല്ലേണ്ടിയത് ഞങ്ങൾക്ക് ആവശ്യമുള്ള ആഹാരം ഇന്ന് തരണമേ എന്ന് പറഞ്ഞാൽ കർത്താവ് ഇന്ന് ഞങ്ങൾക്ക് ആവശ്യമുള്ളത്, അത് നമുക്ക് നല്ല ചോറും കറികളോ അല്ലെങ്കിൽ ബിരിയാണിയോ അങ്ങനെ എന്തെങ്കിലും ജഡത്തിൻ്റെ ഒരു ആഹാരമാണ് എന്നങ്ങനെ നാം ചിന്തിക്കേണ്ടതില്ല. നമുക്ക് ആവശ്യമുള്ളത് എന്താണോ, ഇന്ന് നമുക്ക് ആവശ്യമുള്ളത് എന്താണോ അത് തരാനാണ് കർത്താവ് പ്രാർത്ഥിക്കാൻ പഠിപ്പിച്ചത്. ഞങ്ങൾക്കിന്ന് വേണ്ടത്, ഓർക്കണം, മറഞ്ഞിരിക്കുന്ന മന്ന. അന്ന് ഇസ്രായേൽ ജനത്തിന് വേണ്ടിയിരുന്നത് ആഹാരമായിരുന്നു, വിശപ്പിനുള്ള ആഹാരമായിരുന്നു. അന്നത്തെ അവരുടെ ആവശ്യത്തിൻ്റെ മേൽ അവർ മരുഭൂമിയിലൂടെ യാത്ര ചെയ്ത കാലമൊക്കെയും അവരുടെ ആവശ്യത്തിൻ്റെ മേൽ സ്വർഗത്തിൽ മറഞ്ഞിരിക്കുന്ന മന്ന വെളിപ്പെട്ടത് അവർക്ക് കഴിക്കുവാനുള്ള ആഹാരമായിട്ടാണ്. എന്നാൽ ഈ മന്ന ഇന്ന് സ്വർഗത്തിൽ മറഞ്ഞിരിക്കുന്നു. ഒരു ഭക്തൻ തൻ്റെ ആവശ്യവുമായി ദൈവസന്നിധിയിൽ അടുത്ത് വരുമ്പോൾ അവൻ്റെ ആവശ്യം എന്തോ അത് നിറവേറ്റുവാനുള്ള ഒരു ദൃശ്യവസ്തുവായി ഈ മന്ന വെളിപ്പെടുന്നു. ഇന്ന് ഈ വാക്കുകളെ കേട്ടുകൊണ്ടിരിക്കുമ്പോൾ നാം എവിടെയാണെങ്കിലും ഏതവസ്ഥയിലാണെങ്കിലും നമ്മുടെ ആവശ്യങ്ങൾ അവനോട് പറഞ്ഞാൽ സ്വർഗത്തിൽ മറഞ്ഞിരിക്കുന്നത് നമുക്ക് അനുഭവമാക്കി തരുന്ന ഒരു ദൈവമുണ്ട്. നാൾ തോറും അതനുഭവിച്ചുകൊണ്ടാണ് നമുക്ക് സ്ഥിതിജീവൻ നയിക്കേണ്ടത്. ഞാൻ ഇന്ന് രാവിലെയും പ്രാർത്ഥിച്ചപ്പോൾ കർത്താവിനോട് പറഞ്ഞു, എൻ്റെ ആവശ്യങ്ങൾ ഇന്നതാണ് കർത്താവ്, ഇന്ന കാര്യങ്ങൾ എൻ്റെ ആവശ്യമാണ്, അത് എനിക്ക് അനുഭവമാക്കാൻ തക്കവണ്ണം, എൻ്റെ ആവശ്യമായ നിറവേറ്റാൻ തക്കവണ്ണം ദൃശ്യവസ്തുവായി എനിക്ക് തരണമേ, എനിക്ക് അനുഭവമാക്കി തരണമേ. നിങ്ങൾക്കും ദൈവത്തോട് പ്രാർത്ഥിക്കാം, കർത്താവേ
എൻ്റെ ആവശ്യത്തിനുള്ള ദൃശ്യവസ്തുവായി സ്വർഗത്തിലെ മന്ന വെളിപ്പെടണമേ. മറിഞ്ഞിരിക്കുന്ന മന്ന തരുന്ന ഒരു ദൈവമുണ്ട്. ഇന്നും ആത്മീകമായി നമുക്കത് അനുഭവിക്കാം. രോഗികളാണോ, സൗഖ്യമായി മന്ന വെളിപ്പെടും. ഞാൻ അനുഭവിച്ചവനാണ്. ദൈവത്തിന് സ്തോത്രം. നിങ്ങൾക്കറിയാം, മാരകമായ ക്യാൻസർ രോഗം എൻ്റെ ശരീരത്തിൽ വന്നതാണ്. ഒരു പക്ഷേ ആ രോഗത്താൽ ഞാൻ ഈ ലോകം വിട്ട് കടന്നു പോകേണ്ടി വന്നേനെ. കാരണം അന്ന് അങ്ങനെയൊക്കെയാണ് ചിന്തിച്ചിരുന്നത്. ദൈവത്തിന് സ്തോത്രം. എന്നാൽ മറഞ്ഞിരിക്കുന്ന മന്ന എനിക്ക് വേണ്ടി വെളിപ്പെട്ടത് രോഗസൗഖ്യമായിട്ടാണ്. ഇന്ന് നിങ്ങളുടെ ജീവിതത്തിൽ ഈ വചനം കേൾക്കുന്ന ഓരോരുത്തരും ഏതെല്ലാം കാര്യങ്ങളിൽ ആവശ്യക്കാരായിട്ടുണ്ട്, എന്തെല്ലാം ആവശ്യങ്ങളുണ്ട്. കർത്താവേ, മറഞ്ഞിരിക്കുന്ന മന്ന ഇന്ന് വെളിപ്പെടണമേ. എൻ്റെ ആവശ്യത്തിനുള്ളതായി, എൻ്റെ കാര്യം നിറവേറ്റുവാനുള്ളതായി നിങ്ങളാരെല്ലാം ദൈവത്തോട് പ്രാർത്ഥിക്കുന്നുണ്ട്. കർത്താവേ, എനിക്കൊരു കറ തീർന്ന് വിശുദ്ധനായി നിൽക്കണം. എൻ്റെ ജീവിതത്തിൽ ഇതുവരെ വന്നുപോയതായ സകല പാപവും കഴുകിക്കളഞ്ഞ് ഞാൻ ഇന്ന് രാവിലെ എങ്ങനെയാണ് പ്രാർത്ഥിച്ചത്? കർത്താവേ, പോരായ്മകൾ വന്നിട്ടുണ്ട്, തെറ്റുകുറ്റങ്ങൾ വന്നിട്ടുണ്ട്, കുറവുകൾ വന്നിട്ടുണ്ട്. ഞാൻ ദൈവസന്നിധിയിലിരുന്ന് അല്പസമയത്തിലേക്ക് തന്നെ നോക്കി. എൻ്റെ വാക്കുകളിൽ പോരായ്മകൾ വന്നിട്ടുണ്ട്, എൻ്റെ ചിന്താഗതികളിൽ പോരായ്മകൾ വന്നിട്ടുണ്ട്, എൻ്റെ കാഴ്ചപ്പാടുകളിൽ പോരായ്മകൾ വന്നിട്ടുണ്ട്, എൻ്റെ ജഡത്തിൻ്റെതായ പല തീക്ഷ്ണതകളും എൻ്റെ ജീവിതത്തിൽ കടന്നു വന്നിട്ടുണ്ട്. ഞാൻ കർത്താവിനോട് പറഞ്ഞു, കർത്താവേ, ഇന്നെനിക്ക് മറഞ്ഞിരിക്കുന്ന മന്ന ഒരു ദൃശ്യവസ്തുവായി നീ തരണം. എൻ്റെ സകല പാപങ്ങളും കഴുകിത്തന്ന് എന്നെ നീ ഒന്ന് വിശുദ്ധീകരിക്കണം. ദൈവത്തിന് സ്തോത്രം. കർത്താവേ, നിന്റെ വഴിയിൽ നീ എന്നെ നടത്തണം. ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിൻ്റെ വഴിയിൽ നീ ഞങ്ങളെ മുന്നോട്ട് കൊണ്ടുപോകണം. ദൈവസന്ധ്യ ഏൽപ്പിച്ചു കൊടുത്തു. മറഞ്ഞിരിക്കുന്ന മന്ന ദൃശ്യവസ്തുവായി വെളിപ്പെടുന്നു. ഞാനൊരു വിടുതൽ അനുഭവിച്ചു, ഞാനൊരു തൃപ്തി അനുഭവിച്ചു. എൻ്റെ ഉള്ളത്തിൽ സന്തോഷം എൻ്റെ ദൈവം തന്നു. ഞാൻ പ്രാർത്ഥിച്ച കാര്യം എൻ്റെ കർത്താവ് കേട്ടു എന്നുള്ള ഒരറപ്പ് ഉള്ളത്തിൽ തന്നു. നിങ്ങൾക്ക് ദൈവത്തോട് പറയാം, കർത്താവേ, നിങ്ങളുടെ മക്കളാണോ, അല്ലെങ്കിൽ സാമ്പത്തികമായ പ്രശ്നങ്ങളാണോ, ജീവിതത്തിൽ ഇനിയും കർത്താവിന് വേണ്ടി എന്തെങ്കിലും പ്രയോജനപ്പെടുന്നതായ ആഗ്രഹമാണോ, എന്തും പറയാം. നമുക്ക് വേണ്ടി മറഞ്ഞിരിക്കുന്നത് നമുക്കായി വെളിപ്പെടുത്തി തരുന്ന ഒരു ദൈവം ജീവിക്കുന്നുണ്ട്. മറഞ്ഞിരിക്കുന്ന മന്ന തരുമെന്ന് ഇന്ന് നമുക്കിതെല്ലാം ആത്മീകമായി അനുഭവിക്കാവുന്നതാണ്. ദൈവത്തിന് സ്തോത്രം. മറഞ്ഞിരിക്കുന്നതായ മന്ന നാം ദൈവത്തോട് ചോദിച്ചു വാങ്ങണം. ദൈവത്തിന് സ്തോത്രം. നമ്മുടെ ആവശ്യങ്ങളുടെ നടുവിൽ ഇത് സ്വർഗത്തിൽ മറഞ്ഞിരിക്കുന്നതും നമ്മുടെ ആവശ്യങ്ങളുടെ നടുവിൽ ദൃശ്യവസ്തുവായി നമുക്ക് വെളിപ്പെടുന്നതുമാണ് മറഞ്ഞിരിക്കുന്ന മന്ന. മന്നയെക്കുറിച്ച് നാം പഠിച്ചു. മറഞ്ഞിരിക്കുന്ന മന്ന എന്താണെന്ന് നാം പഠിച്ചു. ഇനി ആർക്കാണ് മറഞ്ഞിരിക്കുന്ന മന്ന കൊടുക്കുന്നത്? എല്ലാവരും ചോദിച്ചാൽ കിട്ടുമോ? എല്ലാവർക്കും ഇത് കിട്ടുമോ? ആർക്കാണ് മറഞ്ഞിരിക്കുന്ന മന്ന കൊടുക്കുന്നത്? വായിച്ചതായ വേദഭാഗം പെർഗമോസിലെ സഭയ്ക്കുള്ള ദൂതാണ്. അവിടെ പറഞ്ഞിരിക്കുന്നത്, പെർഗമോസിൻ്റെ പാപങ്ങളിൽ വീഴാതെ വണ്ണം ജയിക്കുന്നവർക്കാണ് മറഞ്ഞിരിക്കുന്ന മന്ന കൊടുക്കുന്നത്. പെർഗമോസിൻ്റെ പാപം, പെർഗമോസിലെ പാപമുണ്ട്. പെർഗമോസിൻ്റെ പാപത്തിൽ വീഴാതെ വണ്ണം ജയിക്കുന്നവർക്ക് നൽകുന്നതാണ് മറഞ്ഞിരിക്കുന്ന മന്ന. ഇനിയും എന്താണ് ഈ പെർഗമോസിൻ്റെ പാപം? രണ്ട് കാര്യങ്ങൾ പറയുന്നുണ്ട്. അവിടെ വെളിപ്പാട് പുസ്തകം 2-ാം അധ്യായത്തിൽ പെർഗമോസിൻ്റെ പാപം എന്ന് പറഞ്ഞ് 2 കാര്യങ്ങൾ നാം കാണുന്നുണ്ട്. അവിടെ പറയുന്നത് ബെലയാമിൻ്റെ ഉപദേശമെന്നും നിക്കലോവിയുടെ ഉപദേശമെന്നുമുള്ളതായി 2 പാപങ്ങൾ പെർഗമോസിൻ്റെ പാപങ്ങളായി നാം കാണുന്നുണ്ട്. അതിൻ്റെ 14 മുതലുള്ളതായ വാക്യങ്ങൾ നമുക്കൊന്ന് വായിക്കാം. എങ്കിലും നിന്നെക്കുറിച്ച് കുറഞ്ഞൊരു കുറ്റം പറയുവാനുണ്ട്. ഇസ്രായേൽ മക്കൾ വിഗ്രഹാർപ്പിതം തിന്നേണ്ടതിനും ദുർനടപ്പ് ആചരിക്കേണ്ടതിനും അവരുടെ മുമ്പിൽ ഇടർച്ച വയ്ക്കുവാൻ ബാലാക്കിന് ഉപദേശിച്ചു കൊടുത്ത ബിലയാമിന്റെ ഉപദേശം പിടിച്ചിരിക്കുന്നവർ അവിടെ നിനക്കുണ്ട്. ഔവണ്ണം നിക്കലാവിയരുടെ ഉപദേശം കൈക്കൊള്ളുന്നവർ നിനക്കുമുണ്ട്. ആകയാൽ മാനസാന്തരപ്പെടുക. അല്ലാതിരുന്നാൽ ഞാൻ വേഗത്തിൽ വന്ന് എൻ്റെ വായിലെ വാളുകൊണ്ട് അവരോടും പോരാടും.
ആത്മാവ് സഭകളോട് പറയുന്നത് എന്തെന്ന് ചെവിയുള്ളവൻ കേൾക്കട്ടെ. ജയിക്കുന്നവന് ഞാൻ മറിഞ്ഞിരിക്കുന്ന മന്ന കൊടുക്കും. പെർഗമോസിന്റെ പാപത്തിൽ വീഴാതെ വണ്ണം ജയിക്കുന്നവർക്ക് നൽകുന്നതാണ് ഈ മറിഞ്ഞിരിക്കുന്ന മന്ന. പെർഗമോസിന്റെ പാപം ബെലയാമിന്റെ ഉപദേശം പിടിച്ചിരിക്കുന്നവർ, അങ്ങനെ പറഞ്ഞിരിക്കുന്നത്. ബാലാക്കിനെ ഉപദേശിച്ചു കൊടുത്ത ഇസ്രായേൽ മക്കൾ വിഗ്രഹാർപ്പിതം തിന്നേണ്ടതിനും ദുർനടപ്പ് ആചരിക്കേണ്ടതിനും അവരുടെ മുമ്പിൽ ഇടർച്ച വയ്ക്കുവാൻ ബാലാക്കിന് ഉപദേശിച്ചു കൊടുത്ത ബെലയാമിന്റെ ഉപദേശം. 2, നിക്കലോവരുടെ ഉപദേശം. അവണ്ണം നിക്കലോവരുടെ ഉപദേശം കൈക്കൊള്ളുന്നവർ നിനക്ക് ഉണ്ട്. 2 കാര്യങ്ങളാണ് ബെലയാമിന്റെ ഉപദേശവും നിക്കലോവയുടെ ഉപദേശവും. എന്താണിത്? എന്താണ് ബെലയാമിന്റെ ഉപദേശം? സംഖ്യാപുസ്തകം 22-ാം അധ്യായം 24-ാം വാക്യം നാം വായിക്കുമ്പോൾ ബെലയാം ആരാണ് എന്ന് കാണുന്നുണ്ട്. ബിലയാം ആരാണ്? സംഖ്യ 22-24. പിന്നെ യഹോവയുടെ ദൂതൻ ഇരുപുറവും മതിലുള്ള മുന്തിരിത്തോട്ടങ്ങളുടെ ഇടുക്കുവഴിയിൽ നിന്നു. കഴുത യഹോവയുടെ ദൂതനെ കണ്ടപ്പോൾ മതിലരികെ ഒതുങ്ങി ബിലയാമിന്റെ കാൽ മതിലോട് ചേർത്ത് ഞെരുക്കി. അവൻ അതിനെ വീണ്ടും അടിച്ചു. പിന്നെ യഹോവയുടെ ദൂതൻ മുമ്പോട്ട് ചെന്ന് ഇടത്തോട്ടും വലത്തോട്ടും മാറുവാൻ വഴിയില്ലാത്ത ഒരു ഇടുക്കിടത്തിൽ നിന്നു. യഹോവയുടെ ദൂതനെ കണ്ടപ്പോൾ കഴുത ബിലയാമിന്റെ കീഴെ കിടന്നു കളഞ്ഞു. ബിലയാമിന്റെ കോപം 22-32. യഹോവയുടെ ദൂതൻ അവനോട്, ഈ 3 പ്രാവശ്യം നീ കഴുതയെ അടിച്ചതെന്ത്? ഇതാ ഞാൻ നിനക്ക് പ്രതിയോഗിയായി പുറപ്പെട്ടിരിക്കുന്നു. നിന്റെ വഴി നാശകരമെന്ന് ഞാൻ കാണുന്നു. 23-ാം അധ്യായം 23-ാം വാക്യം. സംഖ്യ 23-23. ആഭിചാരം യാക്കോബിന് പറ്റുകയില്ല, ലക്ഷണവിദ്യ ഇസ്രായേലിന് ഫലിക്കുകയുമില്ല. ഇപ്പോൾ യാക്കോബിനെ കുറിച്ചും ഇസ്രായേലിനെ കുറിച്ചും ദൈവം എന്തെല്ലാം പ്രവർത്തിച്ചിരിക്കുന്നു എന്നേ പറയാവൂ. സംഖ്യാപുസ്തകം 22-23 അധ്യായങ്ങൾ മുഴുവൻ നമ്മൾ വായിച്ചാലേ അത് കൃത്യമായി മനസ്സിലാവുകയുള്ളൂ. ഞാൻ ചില പോയിന്റുകൾ മാത്രം മനസ്സിലാക്കാൻ തക്കവണ്ണം ചില വാക്യങ്ങൾ വായിച്ചുള്ളൂ. ബെലയാം അതിൻ്റെ 22-ാം അധ്യായം വായിക്കുമ്പോൾ ബാലാക്കിന്റെ പ്രേരണയാൽ മോവാബ് രാജാവായ സിപ്പോരിന്റെ മകനായ ബാലാക്ക് ഇസ്രായേൽ ജനം വലിയ ഒരു കൂട്ടമായി വരുന്നത് കണ്ട് അവർ തങ്ങൾക്ക് ഭീഷണിയാകുമെന്ന് കരുതി അവരെ ഇല്ലാതാക്കാനായിട്ട് തന്ത്രം ആലോചിക്കുന്നു. അങ്ങനെ ബെയോരിന്റെ മകനായ ബെലയാമിനെ കൊണ്ട് അവരെ ശപിച്ച് ഇല്ലാതെയാക്കുവാനായിട്ട് ചിന്തിക്കുന്നു. അപ്രകാരം ബാലാക്കിന്റെ പ്രേരണയാൽ ദൈവജനത്തെ ശപിക്കുവാനായി ഇറങ്ങിയവനാണ് ബെലയാം. സംഭവങ്ങളെല്ലാം നമുക്ക് അറിയാവുന്നതായതുകൊണ്ട്, അല്ലെങ്കിൽ വേദങ്ങൾ വായിച്ചാൽ മനസ്സിലാക്കാം, ഞാനത് വിവരിക്കാൻ സമയം എടുക്കുന്നില്ല. അവിടെ നമ്മൾ 3 കാര്യങ്ങൾ കാണുന്നുണ്ട്. ബെലയാമിനെ കുറിച്ച് പറയുമ്പോൾ 3 കാര്യങ്ങൾ ദൈവം അതിൽ പറയുന്നുണ്ട്. ബെലയാമിൻ്റെ വഴി എന്ന ഒരു വാക്ക് നാം കാണുന്നുണ്ട്. ബെലയാമിൻ്റെ വഞ്ചന എന്ന ഒരു വാക്ക് നാം കാണുന്നുണ്ട്. ബെലയാമിൻ്റെ ഉപദേശം എന്നൊരു വാക്ക് കാണുന്നുണ്ട്. അതിന് 3 വാക്ക്: വഴി, വഞ്ചന, ഉപദേശം. 2 പത്രോസിന്റെ ലേഖനം 2-ാം അധ്യായം 15-ാം വാക്യം നമുക്ക് വായിക്കാം. 2 പത്രോസിന്റെ ലേഖനം 2-ാം അധ്യായം 15-ാമത്തെ വാക്യം. അവർ നേർവഴി വിട്ട് തെറ്റി ബെയോരിന്റെ മകനായ ബിലയാമിന്റെ വഴിയിൽ നടന്നു. അവർ നേർവഴി വിട്ട് തെറ്റി ബെയോരിന്റെ മകനായ ബെലയാമിന്റെ വഴിയിൽ
നടന്നു. അവൻ അനീതിയുടെ കൂലി കൊതിച്ചു എങ്കിലും തൻ്റെ അകൃത്യത്തിന് ശാസന കിട്ടി. ഉരിയാട കഴുത മനുഷ്യവാക്കായി ഉരിയാടി പ്രവാചകന്റെ ബുദ്ധിഭ്രമത്തെ തടുത്തുവല്ലോ. അപ്പോൾ ഇവിടെ ബിലയാമിന്റെ വഴി എന്നൊരു വാക്ക് നാം കാണുന്നുണ്ട്. യൂദായുടെ ലേഖനം 11-ാം വാക്യം. യൂദായുടെ ലേഖനം 11-ാം വാക്യം. അവർക്കയ്യോ കഷ്ടം, അവർ കയ്യിന്റെ വഴിയിൽ നടക്കുകയും കൂലി കൊതിച്ച് ബിലയാമിന്റെ വഞ്ചനയിൽ തങ്ങളെ തന്നെ ഏൽപ്പിക്കുകയും കൂലി കൊതിച്ച് ബിലയാമിന്റെ വഴിയിൽ തങ്ങളെ തന്നെ ഏൽപ്പിക്കുകയും ബിലയാമിന്റെ വഞ്ചനയിൽ തങ്ങളെ തന്നെ ഏൽപ്പിക്കുകയും. വീണ്ടും വെളിപ്പാട് 2:14 ബിലയാമിന്റെ ഉപദേശം. എങ്കിലും നിന്നെക്കുറിച്ച് കുറഞ്ഞ ഒരു കുറ്റം പറയുവാനുണ്ട്. ഇസ്രായേൽ മക്കൾ വിഗ്രഹാർപ്പിതം തിന്നേണ്ടതിനും ദുർനടപ്പ് ആചരിക്കേണ്ടതിനും അവരുടെ മുമ്പിൽ ഇടർച്ച വയ്ക്കുവാൻ ബാലാക്കിന് ഉപദേശിച്ചു കൊടുത്ത ബിലയാമിന്റെ ഉപദേശം പിടിച്ചിരിക്കുന്നവർ അവിടെ നിനക്കുണ്ട്. ബിലയാമിന്റെ ഉപദേശം എന്ന് പറഞ്ഞാൽ ഇന്ന് ഞാനും നിങ്ങളും ബിലയാമിന്റെ വഴിയിൽ നടന്നുകൊണ്ട് ഞങ്ങൾക്ക് ആവശ്യമുള്ള ആഹാരം ഇന്ന് തരണമേ എന്ന് പ്രാർത്ഥിച്ചാൽ സ്വർഗത്തിൽ മറഞ്ഞിരിക്കുന്നത് ദൃശ്യവസ്തുവായി നമ്മുടെ ആവശ്യങ്ങൾക്ക് ഉതകുന്നതായി വെളിപ്പെടുകയില്ല. 2, ബിലയാമിന്റെ വഞ്ചനയിൽ കുടുങ്ങിക്കിടന്നാൽ നമുക്ക് ലഭിക്കുകയില്ല. 3, ബിലയാമിന്റെ ഉപദേശപ്രകാരം ജീവിച്ചാൽ നമുക്കിത് കിട്ടുകയില്ല. എന്താണ് ഈ ബിലയാമിന്റെ വഴി എന്ന് പറയുന്നത്, വഞ്ചന എന്ന് പറയുന്നത്, ഉപദേശം എന്ന് പറയുന്നത്? ബിലയാം, നമ്മൾ ആദ്യം വായിക്കുമ്പോൾ ബിലയാം പറയുന്നത്, ഞാൻ ദൈവം പറഞ്ഞാലേ അനുഗ്രഹിക്കും, ദൈവം പറയുന്നതേ കേൾക്കുള്ളൂ, ദൈവം പറയുന്നതേ ഞാൻ ചെയ്യുകയുള്ളൂ. അത് പുറമെ പറയുന്നത്, മറ്റുള്ളവർ കേൾക്കെ പറയുന്നത് എന്താണ് ഇല്ലേ? പല പ്രാവശ്യം ബാലാക്ക് ആളുകളെ വിടുന്നുണ്ട്, പ്രതിഫലങ്ങളുമായി വിടുന്നുണ്ട്. അപ്പോഴൊക്കെ ബിലയാം പറയുന്നത് ഞാൻ ദൈവം പറഞ്ഞാലേ ചെയ്യുള്ളൂ. പുറമെ പറയുന്നത് ദൈവഹിതപ്രകാരം മാത്രമേ ജീവിക്കൂ എന്നാണ് ഇല്ലേ? സാക്ഷ്യം പറയുമ്പോഴും മറ്റുള്ളവർ പറയുമ്പോഴും ഒക്കെ ഞങ്ങൾ ദൈവഹിതപ്രകാരം മാത്രമേ നടക്കുകയുള്ളൂ, ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിൻ്റെ വഴിയിൽ തന്നെയാണ് നടക്കുകയുള്ളൂ എന്നൊക്കെയാണ് പറയുന്നത്. പുറമെ പറയുന്നത് ദൈവഹിതപ്രകാരം മാത്രമേ ജീവിക്കൂ. എന്നാൽ ഉള്ളിലെ ആഗ്രഹം അവരോട് പോകണമെന്നാണ്. ബാലാക്കിൻ്റെ ആളുകൾ വന്നു, നല്ല പ്രതിഫലമൊക്കെ ആയിട്ട് വന്നു, നല്ല ഓഫറൊക്കെ ആയിട്ട് വന്നു. അവർ കേൾക്കാൻ നല്ല ഭക്തനാണ്, പറയുന്നു എൻ്റെ ദൈവം പറഞ്ഞാലേ ചെയ്യുള്ളൂ. പുറമെ പറയുന്നത് ദൈവഹിതപ്രകാരം ജീവിക്കൂ, ദൈവപ്രകാരം ചെയ്യുള്ളൂ. പക്ഷെ അവൻ്റെ ഉള്ളിലെ ആഗ്രഹം അവരുടെ ഓരോ പോകണമെന്നാണ്. ഉള്ളിലെ ആഗ്രഹം അവരുടെ പോകണമെന്നാണ്. ഓർക്കണം, ദൈവം വ്യക്തമായി ബിലയാമിനോട് പറഞ്ഞു. സംഖ്യ 22:19 വായിച്ച് വ്യക്തമായി ദൈവം നിർദ്ദേശം കൊടുത്തതാ ബിലയാമിന്. എന്താണ് പറഞ്ഞത്? ദൈവം പറഞ്ഞത് എന്താണ്? സംഖ്യ 22:19. ആകയാൽ യഹോവ ഇനിയും എന്നോട് എന്ത് അരുളി ചെയ്യും എന്ന് ഞാൻ അറിയട്ടെ, നിങ്ങളും ഈ രാത്രി ഇവിടെ പാർക്കുവിൻ എന്ന് ഉത്തരം പറഞ്ഞു. സംഖ്യ 22:19. ആകയാൽ യഹോവ ഇനിയും എന്നോട് എന്ത് അരുളി ചെയ്യുമെന്ന് കീഴോട്ട് വായിച്ച്. രാത്രിയിൽ ദൈവം ബിലയാമിന്റെ അടുക്കൽ വന്നു, ഇവർ നിന്നെ വിളിക്കുവാൻ വന്നിരിക്കുന്നു എങ്കിൽ പുറപ്പെട്ട് അവരോടുകൂടെ പോകുക, എന്നാൽ ഞാൻ നിന്നോട് കൽപ്പിക്കുന്ന കാര്യം മാത്രമേ ചെയ്യാവൂ എന്ന് കൽപ്പിച്ചു. 22:20 വായിച്ചു. 22:20 കൂടെ. രാത്രിയിൽ ദൈവം ബിലയാമിന്റെ അടുക്കൽ വന്നു, ഇവർ നിന്നെ വിളിക്കുവാൻ വന്നിരിക്കുന്നു എങ്കിൽ പുറപ്പെട്ട് അവരോടുകൂടെ പോകുക, എന്നാൽ ഞാൻ നിന്നോട് കൽപ്പിക്കുന്ന കാര്യം മാത്രമേ ചെയ്യാവൂ എന്ന് കൽപ്പിച്ചു. 22:12 വായിച്ചേ. ദൈവം ബിലയാമിനോട്, നീ അവരോടുകൂടെ പോകരുത്, ആ ജനത്തെ ശപിക്കുകയും അരുത്, അവർ അനുഗ്രഹിക്കപ്പെട്ടവരാകുന്നു എന്ന് കൽപ്പിച്ചു. ഈ പല പ്രാവശ്യം ബിലയാം ദൈവത്തോട് പറയുന്നുണ്ട്. പല പ്രാവശ്യം ബിലയാം ദൈവം ആദ്യമേ വ്യക്തമായി പറഞ്ഞു. വളരെ വ്യക്തമായി ദൈവം ബിലയാമിനോട് പറഞ്ഞു, എന്താണ്? നീ അവരോടുകൂടെ പോകരുത്, ആ ജനത്തെ ശപിക്കുകയും അരുത്. വളരെ ക്ലിയർ ആയിട്ട് ദൈവം പറഞ്ഞു.
അപ്പൊ ബിലിയാമിന്റെ ഉള്ളിലെ ആഗ്രഹം എന്താണ്? ദൈവം വ്യക്തമായിട്ട് പറഞ്ഞു, അതങ്ങ് അനുസരിച്ചാൽ മതി, അതങ്ങ് കേട്ടാൽ മതി ബിലിയാമിന്, പിന്നെ ചിന്തിക്കേണ്ട ആവശ്യമില്ല. എന്നാൽ പിന്നെയും പിന്നെയും ബിലിയാം ദൈവത്തോട് ചോദിക്കുകയാണ്, ഞാൻ പോണോ? കാരണം കൂലി കൊതിച്ച് അവരോട് പോകണം എന്നാണ് ബിലിയാമിന്റെ ആഗ്രഹം. ബാലാക്ക് തരുന്നതായ കൂലി കൊതിച്ച്, ലോകത്തിന്റെ കൂലി കൊതിച്ച്, ഭൗതികമായ നേട്ടങ്ങളെ ആഗ്രഹിച്ച്, സ്ഥാനമാനങ്ങളെ ആഗ്രഹിച്ച്, പ്രതാപങ്ങളെ ആഗ്രഹിച്ച് അവരോടുകൂടെ പോകണമെന്നാണ് ഉള്ളിലെ ആഗ്രഹം. ദൈവം പോകരുതെന്ന് പറഞ്ഞു, പോകണ്ട, അത് മതിയല്ലോ, ഓർക്കണം. എന്നാൽ ദൈവം പിന്നെ പറഞ്ഞു, നീ പോകാൻ പറഞ്ഞു. കാരണം എന്താണ്? നമ്മൾ ചിന്തിക്കും, നമുക്ക് ചിലപ്പോൾ ഒരു സംശയം വരാവുന്ന ഒരു വേദഭാഗമാണ്. ദൈവം നമുക്കൊരു കാര്യത്തെക്കുറിച്ച് വളരെ കൃത്യമായ ഒരു നിർദ്ദേശം തന്നാൽ പിന്നെ അത് അങ്ങനെ തന്നെയാണ്, ഇങ്ങനെ കൂടെ ആയാലോ, നമ്മുടേതായ ചില ന്യായീകരണങ്ങൾ, ആ ദൈവത്തിൻ്റെ നിർദ്ദേശത്തിന് പൂർണ്ണമായും കീഴ്പ്പെടാനായിട്ട് നമ്മുടെ മനസ്സ് തയ്യാറാകുന്നില്ല എങ്കിൽ, നമ്മളുടെ ആഗ്രഹം അതിന് വിരുദ്ധമായിട്ടുള്ളതാണ് എങ്കിൽ, ദൈവ ഇഷ്ടം നാം നിവർത്തിക്കുന്നില്ല എങ്കിൽ, ദൈവം നമ്മോട് വ്യക്തമായി പറഞ്ഞത് നാം അനുസരിക്കുന്നില്ല എങ്കിൽ, ദൈവം മനുഷ്യനെ അവന് ഇഷ്ടമുള്ള വഴിക്ക് അങ്ങ് വിടും, അത്രയേ ഉള്ളൂ. ബിലിയാമിന്റെ കാര്യം അങ്ങനെയാണ്. ദൈവം പറഞ്ഞത് അനുസരിക്കാൻ മനസ്സില്ലെങ്കിൽ അന്ന് നീ നിന്റെ ഇഷ്ടത്തിന് പോക്കോ. ദൈവം മനുഷ്യന് സ്വാതന്ത്ര്യം കൊടുത്തു. മനുഷ്യനെ സൃഷ്ടിച്ചപ്പോൾ തന്നെ തിന്നലെന്ന് പറഞ്ഞു, തിന്നപ്പോൾ കയറി കയ്യെ പിടിച്ചില്ല. ആദാമിന്റെ ഹവ്വയുടെ കയ്യിൽ കയറി പിടിച്ചില്ല, തടുത്തില്ല. സ്വാതന്ത്ര്യം എന്നുള്ളത് ദൈവം മനുഷ്യന് കൊടുത്തിരിക്കുകയാണ്. എന്നിട്ട് പറഞ്ഞു, ദൈവത്തിൻ്റെ കൽപ്പന തന്നു. ദൈവം നമ്മെ ഈ ഭൂമിയിലാക്കിയിരിക്കുമ്പോൾ നമുക്ക് എല്ലാറ്റിനുമുള്ള സ്വാതന്ത്ര്യം തന്നിട്ടുണ്ട്. എന്നിട്ട് എങ്ങനെയാണ് ജീവിക്കേണ്ടത് എന്ന് ദൈവത്തിൻ്റെ വചനം നമുക്ക് തന്നു. നമുക്ക് തീരുമാനിക്കാനുള്ള സ്വാതന്ത്ര്യമുണ്ട്. ദൈവം കയ്യിൽ കയറി പിടിക്കുന്നില്ല. ഇവിടെ വളരെ വ്യക്തമായി നാം മനസ്സിലാക്കേണ്ടതായ ഒരു കാര്യമുണ്ട്. ദൈവത്തിൻ്റെ ഇഷ്ടപ്രകാരം പോകാൻ നമുക്ക് മനസ്സില്ല എങ്കിൽ നമ്മുടെ ഇഷ്ടത്തിന് പോകാനായി ദൈവം വിടും. നമ്മുടെ പലരുടെയും ആഗ്രഹം, ദൈവം നമുക്കൊരാഗ്രഹമുണ്ട്, ആ ആഗ്രഹത്തെ ദൈവം അംഗീകരിച്ചു തരണമെന്നുള്ളതാണ്. പിന്നെ ചോദിക്കും, ദൈവത്തിൻ്റെ ആഗ്രഹപ്രകാരം നടക്കാനല്ല, എനിക്കൊരാഗ്രഹമുണ്ട്, എൻ്റെ ആഗ്രഹത്തെ ദൈവം അംഗീകരിച്ചു തരണം, എന്നിട്ട് ദൈവം നന്നാന്ന് പറയണം. ദൈവം പറഞ്ഞിട്ടാണ് ഞാൻ ചെയ്തതെന്ന് പറയണം. അങ്ങനെയാണല്ലോ മനുഷ്യൻ ചെയ്യുന്നത്. എന്നോട് നീ തന്ന ഈ സ്ത്രീ തന്നു, ഞാൻ തന്നു. അപ്പോൾ ദൈവത്തിൻ്റെ ആഗ്രഹം നിവർത്തിക്കാനല്ല, എൻ്റെ ഇഷ്ടം ദൈവം അങ്ങ് അംഗീകരിച്ചു തരണം. എനിക്കെങ്ങനെയൊക്കെ ജീവിക്കണം, അല്ലെങ്കിൽ എനിക്ക് ഇന്നത് ചെയ്യണം, എനിക്കിങ്ങനെ ആകണം, എൻ്റെതായ ചില ഇഷ്ടങ്ങളുണ്ട്. ആ ഇഷ്ടങ്ങളെല്ലാം ദൈവം അങ്ങ് അംഗീകരിച്ചു തരണം. അല്ലെങ്കിൽ ദൈവത്തോട് ഒരു പിണങ്ങുന്ന മനുഷ്യരല്ലേ. ദൈവത്തിന് സ്തോത്രം. ബിലിയാമിൻ്റെ വഴി എന്താണ്? ബിലിയാമിൻ്റെ ഉപദേശം എന്താണ്? ബിലിയാമിൻ്റെ വഞ്ചന എന്താണ്? ഇങ്ങനെ വഞ്ചിച്ചിട്ടിരിക്കുകയാണ് നേരെ. എൻ്റെ ഇഷ്ടമെല്ലാം ദൈവം അങ്ങനെയാണ് നാം പാടുന്നത്. നാം പാടുന്നത് എന്താണ്? എൻ്റെ ഇഷ്ടമൊന്നും വേണ്ട പ്രിയനെ ഭൂവിൽ, നിന്റെ ഇഷ്ടം എന്നിൽ പൂർണ്ണമാകണം. അങ്ങനെയാണ് നമുക്ക് പ്രാർത്ഥിക്കേണ്ടത്. അപ്പോൾ എനിക്കൊരു ഇഷ്ടമുണ്ട്, അത് ദൈവം അംഗീകരിച്ച് തരുന്നവരെ ദൈവത്തിൽ ചോദിച്ചുകൊണ്ടിരിക്കും. ദൈവ ഇഷ്ടപ്രകാരം നടക്കുന്നില്ല എങ്കിൽ നമ്മുടെ ഇഷ്ടത്തിന് വിടാൻ, നമ്മുടെ ഇഷ്ടത്തിന് പോകാൻ ദൈവം അനുവദിക്കും. ഞാൻ നിങ്ങൾ ചിന്തിക്കണം, ഞാനിന്ന് എൻ്റെ ഇഷ്ടത്തിനാണോ ചുവടുവെക്കുന്നത്? ദൈവം അംഗീകരിച്ച് തന്നു എന്നുള്ളതായ ആ വ്യർത്ഥമായ ഒരു ചിന്തയോടുകൂടെ ദൈവത്തിൻ്റെ ഇഷ്ടം നിവർത്തിക്കാൻ എനിക്ക് മനസ്സില്ല. ബിലിയാമിന് ദൈവം പറഞ്ഞതനുസരിക്കാൻ മനസ്സില്ല. ഇവരോടുകൂടെ പോകണമെന്നാണ് ഉള്ളിലെ ആഗ്രഹം. ദൈവം പൊക്കോളാൻ പറഞ്ഞിട്ടല്ലേ ഞാൻ പോകുന്നത് എന്നാണ്. എന്നാൽ അതിൻ്റെ നടുവിലും തൻ്റെ ദൂതനെ ഊരിപ്പിടിച്ച വാളുമായി ഇറങ്ങി നിന്ന് തടുക്കുന്ന ഒരു വലിയ ദൈവത്തിൻ്റെ സ്നേഹമുണ്ട്. ദൈവത്തിന് സ്തോത്രം. പലപ്പോഴും ഞാൻ നിങ്ങൾ നിൽക്കുന്നത് നമ്മുടെ ഗുണം കൊണ്ടല്ല, നമ്മുടെ യോഗ്യത കൊണ്ടല്ല, ഊരിപ്പിടിച്ച വാളുമായി വഴിയിൽ ചില തടസ്സങ്ങൾ വന്നതുകൊണ്ടാണ്. ശാന്തമായി ചിന്തിച്ച് നോക്കുക. ഇന്ന് നമ്മുടെ ഗുണം കൊണ്ടാണോ നാം ദൈവ വഴിയിൽ നടക്കുന്നത്? സ്വർഗത്തിൻ്റെ കരുണ
സ്വർഗത്തിൻ്റെ കൃപ എന്ന് മാത്രം. ദൈവത്തിന് സ്തോത്രം. തീർന്നില്ല. ഈ ബലയാം ആരാണ്? ബലയാം പ്രശ്നക്കാരനും ആഭിചാരക്കാരനും ആഭിചാരകനും ലക്ഷണം നോക്കുന്നവനുമാണ്. യോശുവയുടെ പുസ്തകം 13-ാം അധ്യായം 22-ാം വാക്യം നമുക്ക് വായിക്കാം. യോശുവയുടെ പുസ്തകം 13-ാം അധ്യായം 22-ാമത്തെ വാക്യവും സംഖ്യാപുസ്തകം 23-ാം അധ്യായം 23-ാമത്തെ വാക്യവും. ബലയാം പ്രശ്നക്കാരനും ആഭിചാരകനും ലക്ഷണവിദ്യക്കാരനുമാണ്. യോശുവ 13:22. ഇസ്രായേൽ മക്കൾ കൊന്നവരുടെ കൂട്ടത്തിൽ ബയോരിന്റെ മകനായ ബിലയാം എന്ന പ്രശ്നക്കാരനെയും വാൾ കൊണ്ട് കൊന്നു. സംഖ്യ 23:23. ആഭിചാരം യാക്കോബിന് പറ്റുകയില്ല, ലക്ഷണവിദ്യ ഇസ്രായേലിനോട് ഫലിക്കുകയുമില്ല. ഇപ്പോൾ യാക്കോബിനെ കുറിച്ചും ഇസ്രായേലിനെ കുറിച്ചും ദൈവം എന്തെല്ലാം പ്രവർത്തിച്ചിരിക്കുന്നു എന്നേ പറയാവൂ. ബലയാം ഒരു പ്രശ്നക്കാരനാണ്, പ്രശ്നം നോക്കുന്നവനാണ്, ആഭിചാരകനാണ്, ലക്ഷണവിദ്യക്കാരനാണ്. ദൈവത്തിന് സ്തോത്രം. പ്രശ്നക്കാരനും ആഭിചാരകനും ലക്ഷണവിദ്യക്കാരനുമാണ് ഈ ബലയാം. ഈ മൂന്നും പൈശാചികമാണ്. ഓർക്കണം, പ്രശ്നം നോക്കുക, ആഭിചാരം ചെയ്യുക, ലക്ഷണം നോക്കുക. ഇത് മൂന്നും പൈശാചികമാണ്. ഈ മൂന്ന് വിദ്യയും പൈശാചികമാണ്, ദൈവത്തിന് വെറുപ്പാണ്. ആവർത്തന പുസ്തകം 18-ാം അധ്യായം, ആവർത്തനം 18-ാം അധ്യായം 10, 11, 12 വാക്യങ്ങൾ വായിക്കുമ്പോൾ മ്ലേച്ഛതകളായി ദൈവം എണ്ണിയതാണ് ഇത് മൂന്നും. ആവർത്തനം 18-ന്റെ 10, 11, 12 വാക്യങ്ങൾ. തന്റെ മകനെയോ മകളെയോ അഗ്നിപ്രവേശം ചെയ്യിക്കുന്നവൻ, പ്രശ്നക്കാരൻ, മുഹൂർത്തക്കാരൻ, ആഭിചാരകൻ, ക്ഷുദ്രക്കാരൻ, മന്ത്രവാദി, വെളിച്ചപ്പാടൻ, ലക്ഷണം പറയുന്നവൻ, അഞ്ജനക്കാരൻ എന്നിങ്ങനെയുള്ളവരെ നിങ്ങളുടെ ഇടയിൽ കാണരുത്. ഈ കാര്യങ്ങൾ ചെയ്യുന്നവനെല്ലാം യഹോവയ്ക്ക് വെറുപ്പാകുന്നു. ഇങ്ങനെയുള്ള മ്ലേച്ഛതകൾ നിമിത്തം നിന്റെ ദൈവമായ യഹോവ അവരെ നിന്റെ മുമ്പിൽ നിന്ന് നീക്കിക്കളയുന്നു. നിന്റെ ദൈവമായ യഹോവയുടെ മുമ്പാകെ നീ നിഷ്കളങ്കനായിരിക്കണം. അപ്പോൾ ഈ മൂന്ന് കാര്യങ്ങളും, പ്രശ്നക്കാരൻ, ആഭിചാരകൻ, ലക്ഷണവിദ്യ, ഇത് മൂന്നും, ഈ മൂന്ന് വിദ്യയും പൈശാചികമാണ്, ദൈവത്തിന് വെറുപ്പാണ്, മ്ലേച്ഛതകളായി ദൈവം എണ്ണുന്നവയാണ്. ഓർക്കണം, ബലയാമിന് പ്രവാചകൻ എന്ന് പറയുന്നത്. അപ്പോൾ ഈ മ്ലേച്ഛതകൾ പ്രവർത്തിക്കുന്നവനും പ്രവാചകൻ എന്നറിയപ്പെട്ടു എങ്കിൽ ഇന്നും ഇങ്ങനെയുള്ളവരും സഭയിലെ ശുശ്രൂഷകന്മാരായിട്ടുണ്ട്, സഭയിലെ ശുശ്രൂഷയുടെ മുഖത്തുണ്ട്. നാം തിരിച്ചറിയണം. അന്ന് ഇങ്ങനെയൊക്കെ ഉണ്ടായിരുന്ന ഈ ബലയാം പ്രവാചകൻ എന്നറിയപ്പെട്ടിരുന്നുവെങ്കിൽ, മ്ലേച്ഛതകൾ പ്രവർത്തിക്കുന്നവൻ പ്രവാചകൻ എന്നറിയപ്പെട്ടു എങ്കിൽ, ഇന്നും ഇങ്ങനെയുള്ളവർ സഭകളിലും ശുശ്രൂഷകളിലുമൊക്കെ ഉണ്ടാകും. നാം ആത്മീയ രംഗത്ത് വളരെ സൂക്ഷ്മതയുള്ളവരാകണം. യൂദായുടെ ലേഖനം 11-ാം വാക്യത്തിൽ നാം വായിച്ചത് കൂലി കൊതിച്ചെന്നാണ് നാം വായിക്കുന്നത്. കൂലി കൊതിച്ചെന്ന് നാം വായിക്കുന്നു. ദൈവഹിതം ദൈവം ബലയാമിന് വെളിപ്പെടുത്തി കൊടുത്തതാണ്. എന്നാൽ കൂലി കൊതിച്ച് ശപിച്ച് കാശ് വാങ്ങാൻ നോക്കുന്നു. അതാണ് ബലയാമിൻ്റെ വഴി. ദൈവം പറഞ്ഞു കൊടുത്തു, കൃത്യമായിട്ട് നിർദ്ദേശിച്ചു. കൂലി കൊതിച്ച് ശപിച്ച് കാശ് വാങ്ങാൻ നോക്കി. ദൈവത്തിന് സ്തോത്രം. ബലയാമിൻ്റെ ഉപദേശമുണ്ട്. ബലയാമിൻ്റെ ഉപദേശം ബലയാമിന് അറിയാമായിരുന്നു. ഇസ്രായേൽ ജനത്തിന് നടുവിൽ വസിച്ചിരുന്ന ദൈവ തേജസ് അവരെ വിട്ട് മാറാതെ ഒരിക്കലും അവർക്കൊരു ദോഷവും ചെയ്യാൻ ആർക്കും കഴിയുകയില്ല. ദൈവജനത്തിന് നടുവിൽ വന്ന് നിറഞ്ഞു നിൽക്കുന്നതായ ദൈവതേജസ് ഉള്ളിടത്തോളം കാലം ദൈവജനത്തെ തൊടാൻ ആർക്കും കഴിയുകയില്ല. അപ്പോൾ എന്താ ചെയ്യേണ്ടത്? ഇവരുടെ ഇടയിൽ വന്ന് നിറഞ്ഞു നിൽക്കുന്നതായ ആ ദൈവതേജസ് മാറണം. അപ്പോൾ ഇനി ആർക്കും ഒന്നും ചെയ്യാലോ.
അതിനുവേണ്ടി ബിലെയാം ഒരു ഉപദേശം കൊടുത്തു. ബാലാക്കിന് ഒരു ഉപദേശം കൊടുത്തു. എന്താണത്? മിദ്യാന്യ സ്ത്രീകളെ ഇസ്രായേൽ ജനത്തിൻ്റെ ഇടയിലേക്ക് കെട്ടഴിച്ചങ്ങ് വിടണം. അപ്പോൾ അവരുമായി പരസംഗം ചെയ്യുകയും ഇസ്രായേൽ ജനത്തിൻ്റെ ഇടയിൽ പാപം വരികയും അകൃത്യമുണ്ടാകുകയും, പാവം വരുമ്പോൾ, അശുദ്ധി സംഭവിക്കുമ്പോൾ ദൈവ തേജസ് ആ ജനത്തെ വിട്ട് മാറും. അപ്പോൾ അവരുടെ ദൈവം തന്നെ അവരെ നശിപ്പിച്ചുകൊള്ളൂ. അതാണ് ബിലെയാമിൻ്റെ ഉപദേശം. ഇസ്രായേലിൻ്റെ മേൽ വസിച്ചിരുന്ന ദൈവതേജസ് മാറണമെങ്കിൽ ദൈവജനത്തിൻ്റെ മേൽ പാപം വരണം. അങ്ങനെ വരുവാൻ മോവാബ്യ സ്ത്രീകൾ ഇസ്രായേലിനെ മധ്യേ അയക്കുവാനായിട്ട് ബാലാക്കിന് ഉപദേശിച്ചു കൊടുത്തു. അങ്ങനെ വ്യഭിചാരം ഇസ്രായേലിൽ കടക്കുകയും ബാധ വരികയും 24,000 പേർ മരിക്കുകയും ചെയ്തു. സംഖ്യാപുസ്തകം 31:16 നമുക്കൊന്ന് വായിക്കാം. സംഖ്യാപുസ്തകം 31:16. ഇവയത്രേ പെയോരിന്റെ സംഗതിയിൽ ബിലെയാമിന്റെ ഉപദേശത്താൽ ഇസ്രായേൽ മക്കൾ യഹോവയോട് ദ്രോഹം ചെയ്യുവാനും യഹോവയുടെ സഭയിൽ ബാധയുണ്ടാകുവാനും ഹേതുവായത്. ഇവരത്രേ പെയോരിന്റെ സംഗതിയിൽ ബിലെയാമിന്റെ ഉപദേശത്താൽ ഇസ്രായേൽ മക്കൾ യഹോവയോട് ദ്രോഹം ചെയ്യുവാനും യഹോവയുടെ സഭയിൽ ബാധയുണ്ടാകുവാനും ഹേതുവായത്. അതിൻ്റെ 25-ാം അധ്യായം, സംഖ്യ 25-ാം അധ്യായം 1 മുതൽ 9 വരെയുള്ളതായ വാക്യങ്ങൾ വായിക്കുമ്പോൾ ആ കാര്യങ്ങൾ നാം കാണുന്നുണ്ട്. സംഖ്യാപുസ്തകം 25-ാം അധ്യായം അതിൻ്റെ 1 മുതൽ 9 വരെയുള്ള വാക്യങ്ങൾ. ഇസ്രായേൽ ശിത്തീമിൽ പാർക്കുമ്പോൾ ജനം മോവാബ്യ സ്ത്രീകളുമായി പരസംഗം തുടങ്ങി. അവർ ജനത്തെ തങ്ങളുടെ ദേവന്മാരുടെ ബലികൾക്ക് വിളിക്കുകയും ജനം ഭക്ഷിച്ച് അവരുടെ ദേവന്മാരെ നമസ്കരിക്കുകയും ചെയ്തു. ഇസ്രായേൽ ബാൽപെയോരിനോട് ചേർന്നു. യഹോവയുടെ കോപം ഇസ്രായേലിന്റെ നേരെ ജ്വലിച്ചു. യഹോവ മോശയോട് ജനത്തിന്റെ തലവന്മാരെയൊക്കെയും കൂട്ടി യഹോവയുടെ ഉഗ്രകോപം ഇസ്രായേലിനെ വിട്ടുമാറേണ്ടതിന് അവരെ യഹോവയുടെ മുമ്പാകെ പരസ്യമായി തൂക്കിക്കളക എന്ന് കൽപ്പിച്ചു. മോശ ഇസ്രായേൽ ന്യായാധിപന്മാരോട്, നിങ്ങൾ ഓരോരുത്തൻ താന്റെ ആളുകളിൽ ബാൽപെയോരിനോട് ചേർന്നവരെ കൊല്ലുവിനെന്ന് പറഞ്ഞു. എന്നാൽ മോശയും സമാഗമന കൂടാരത്തിന്റെ വാതിൽക്കൽ കരഞ്ഞുകൊണ്ടിരിക്കുന്ന ഇസ്രായേൽ മക്കളുടെ സർവ്വസഭയും കാണെ ഒരു ഇസ്രായേല്യൻ തന്റെ സഹോദരന്മാരുടെ മധ്യത്തിലേക്ക് ഒരു മിദ്യാന്യ സ്ത്രീയെ കൊണ്ടുവന്നു. അഹരോൻ പുരോഹിതന്റെ മകനായ എലയാസറിന്റെ മകൻ ഫിനെഹാസ് അത് കണ്ടപ്പോൾ സഭയുടെ മധ്യയിൽ നിന്ന് എഴുന്നേറ്റ് കയ്യിൽ ഒരു കുന്തമെടുത്തു. ആ ഇസ്രായേലിന്റെ പിന്നാലെ അന്തഃപുരത്തിലേക്ക് ചെന്ന ഇരുവരെയും, ആ ഇസ്രായേലിനെയും ആ സ്ത്രീയെയും തന്നെ അവളുടെ ഉദരം തുളയും വണ്ണം കുത്തി. അപ്പോൾ ബാധ ഇസ്രായേൽ മക്കളെ വിട്ടുമാറി. ബാധ കൊണ്ട് മരിച്ചുപോയവർ 24,000 പേർ. കാര്യങ്ങൾ നിങ്ങൾക്ക് ഗ്രഹിക്കാൻ കഴിഞ്ഞു എന്ന് ഞാൻ കരുതുകയാണ്. ബിലെയാമിൻ്റെ വഴി, ബിലെയാമിൻ്റെ ഉപദേശം, ബിലെയാമിൻ്റെ വഞ്ചന, ഇതിൽ പെടാതെ വണ്ണം നാം ജയിച്ചു നിന്നാൽ മറഞ്ഞിരിക്കുന്ന മന്ന അവൻ നമുക്ക് തരും. നാം ഏത് സാഹചര്യങ്ങളിലാണെങ്കിലും പാപത്തെ തിരിച്ചറിഞ്ഞ് ജയിച്ചു നിൽക്കണം. എന്തെല്ലാം ന്യായീകരണങ്ങൾ നമുക്ക് പറയാനായിട്ടുണ്ടെങ്കിലും, എന്തെല്ലാം നേട്ടങ്ങൾ നമുക്ക് കിട്ടുമെന്ന് പറഞ്ഞാലും, ഒരാറ്റം പോലും പാപം പറ്റാതെ സൂക്ഷിക്കുന്നവന് ലഭിക്കുന്നതാണ് മറഞ്ഞിരിക്കുന്ന മന്ന. ബിലെയാമിൻ്റെ ഉപദേശം, ദൈവജനത്തിൻ്റെ ഇടയിൽ അകൃത്യം വന്നാൽ ദൈവജനത്തെ തകർത്ത് കളയാം. അതുകൊണ്ട് ഞാനിന്ന് ഈ ഒറ്റ കാര്യത്തിൽ ക്ലാസ് അവസാനിപ്പിക്കുകയാണ്. നമ്മുടെ ജീവിതത്തെ, നമ്മുടെ കുടുംബത്തിൽ, നമ്മുടെ കൂട്ടായ്മയിൽ ദൈവം ഒരു നാശം വരുത്താൻ ഇട കൊടുക്കരുത്. എപ്പോഴാണ് ദൈവമക്കളെ പുറമേ നിന്നുള്ള എന്തെല്ലാം ഉപദ്രവങ്ങൾ വന്നാലും തൊടാൻ കിട്ടുകയില്ല. വളരെ കരുതലോടെ നാം മുന്നോട്ട് പോകണം. എന്തെല്ലാം എതിർപ്പുകളെ നാം കണ്ടിട്ടുണ്ട്.
എന്തെല്ലാം എതിർപ്പുകൾ പുറമേ നിന്ന് വന്നിട്ടുണ്ട്. പുറമേ നിന്ന് എതിർപ്പുകൾ വന്നപ്പോഴെല്ലാം അതെല്ലാം ദൈവം അനുഗ്രഹമാക്കി മാറ്റി തന്നു. എന്നാൽ നമ്മുടെ അകത്ത് പാപം വരാൻ ഇടവരുത്തരുത്. വളരെ വ്യക്തമായി നാം മനസ്സിലാക്കണം. കർത്താവേ, ഞങ്ങളുടെ അകത്ത് അകൃത്യം വന്നാൽ, ബലയാമിൻ്റെ വഞ്ചനയാണത്, നമ്മുടെ അകത്ത് അകൃത്യം വന്നാൽ എല്ലാം തകർന്നു പോകും. എല്ലാം ദുഷിക്കാനിടയായി മാറും. ദുഷ്ടൻ ദുഷിക്കാനിടയായി മാറും. ആകയാൽ വളരെ കരുതലോടെ നിൽക്കണം. കർത്താവേ, ഞങ്ങൾ അകൃത്യം വരാതെ ഞങ്ങളെ കാത്തുകൊള്ളാം. ദൈവത്തിന് സ്തോത്രം. കൂലി കൊതിച്ച് ഞങ്ങൾ മറ്റു വഞ്ചനകളിലൊന്നും പെട്ടുപോകാതെ, നേട്ടങ്ങൾ കൊതിച്ച് ഞങ്ങളിൽ സ്വർഗം നോക്കുമ്പോൾ ഒരകൃത്യം പറ്റാതെ വേണം ഞങ്ങൾ അതിനെ സൂക്ഷിക്കും. ദൈവരങ്ങളിലേക്ക് നമ്മെ ഏൽപ്പിച്ചു കൊടുക്കാം. ഒരു പുതിയ തീരുമാനത്തോടെ നിൽക്കാം. കർത്താവേ, ഞങ്ങളുടെ അകത്ത് അകൃത്യം വന്ന് ഞങ്ങളുടെ ദൈവത്തിൻ്റെ തേജസ്, ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിൻ്റെ നിറവ് ഞങ്ങളെ വിട്ടുമാറുവാൻ, ദൈവ സാന്നിധ്യം ഞങ്ങളെ വിട്ടുമാറുവാൻ നീ ഇടവരുത്തരുത് കർത്താവേ. ആകയാൽ ഞങ്ങളെ ഓരോരുത്തരെയും വിശുദ്ധരായി സൂക്ഷിക്കണമേ. ദൈവ വഴിയിൽ നടക്കുന്നവരായി സൂക്ഷിക്കണമേ. ബിലയാമിൻ്റെ വഴിയിൽ കൂലി കൊതിച്ചുകൊണ്ട് ലോകപ്രകാരം എന്തെങ്കിലുമൊക്കെ ആകണമെന്നുള്ളതായ ആഗ്രഹത്തോടു കൂടെ കർത്താവെ കൂലി കൊതിച്ച് ലോകത്തിൽ ഞങ്ങൾക്കൊന്നും വേണ്ട കർത്താവേ, ഞങ്ങൾക്ക് ആത്മാക്കൾ നേടുന്നവരായി നിൽക്കണം. ഞങ്ങൾക്ക് ദൈവരാജ്യത്തിന് അവകാശികളായി മാറണം. അനേകരെയും കൂട്ടിക്കൊണ്ട് ഞങ്ങൾക്ക് ദൈവരാജ്യത്തിലെത്തണം. ഞങ്ങളുടെ ലക്ഷ്യം മാറാനിട വരരുത്. ബലയാമിൻ്റെ വഞ്ചനയിലോ ബലയാമിൻ്റെ വഴിയിലോ ഞങ്ങളായി തീരാൻ, ബലയാമിൻ്റെ ഉപദേശപ്രകാരമോ ഞങ്ങൾ മുന്നോട്ട് പോകാൻ ഇടവരുത്തരുത് എന്ന് പ്രാർത്ഥിക്കുന്നു. ദൈവരങ്ങളിലേക്ക് ഏൽപ്പിക്കാം. ഒരു വാക്കിങ്ങനെ പ്രാർത്ഥിക്കാൻ കരുണയുടെ കർത്താവേ, സ്നേഹനിധിയായ ഞങ്ങളുടെ സ്വർഗീയ പിതാവേ, ഞങ്ങളെ അവിടുന്ന് കാത്ത് പാലിക്കണമേ. യാതൊരു വഞ്ചനയിലും ഞങ്ങൾ കുടുങ്ങാതെ വണ്ണം കർത്താവേ, തെറ്റായ വഴിയിൽ നിന്റെ വചനത്തിൽ നിന്ന് ഇടത്തോട്ടോ വലത്തോട്ടോ മാറിയുള്ള ഒരു വഴിയിൽ ഞങ്ങൾ നടക്കാൻ അനുവദിക്കരുതേ എന്ന് ഞങ്ങൾ നിന്നോട് പ്രാർത്ഥിക്കുന്നു. ശരിയായ ഉപദേശത്തിൽ ഞങ്ങൾ നിർത്തണമേ. എല്ലാ മഹത്വത്തോടും എടുക്കണമേ. യേശുവിൻ്റെ നാമത്തിൽ പ്രാർത്ഥിക്കുന്നു. കൃപയോടെ കേൾക്കണം പിതാവേ. ആമേൻ.